സാംസങ് ഗാലക്സി M51. കുറച്ച് നാളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാംസങ്ങിൻ്റെ ഒരു ഫോണിന് വേണ്ടി ഏറ്റവും കൂടുതൽ കാത്തിരുന്നൊരു ഫോൺ ഈ M51 ആണെന്നാണ് പറയാം. 7000 mAh ബാറ്ററി ആയിട്ട് സാംസങ്ങിൻ്റെ ഒരു ഫോൺ വരുന്നു എന്ന് പറഞ്ഞ് പരസ്യം വന്ന പോലെ എല്ലാവരും നോക്കിയിരിക്കുന്നതാണ്. ഒരു 25,000 രൂപ താഴെ അല്ലെങ്കിൽ 30,000 താഴെയുള്ള OnePlus NORD ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഫോൺ സാംസങ് ഇറക്കുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു ഫോണാണ്. എന്നോട് ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് OnePlus NORDും അതുപോലെ തന്നെ M51 കമ്പാരിസൺ വീഡിയോ ചെയ്യണമെന്നുള്ളത്. OnePlus NORD കമ്പാരിസണും അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ റിവ്യൂവും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാം. രണ്ട് വേരിയൻറ്റിലാണ് ഫോൺ വരുന്നത്. നമുക്ക് 8GB റാമും 128GB മെമ്മറിയും അതുപോലെ തന്നെ 6GB റാമും 64GB മെമ്മറിയും വരുന്ന രണ്ട് വേരിയൻറ്റുകളിലാണ് ഫോൺ വരുന്നത്. സിം ഇജക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാർജർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. നമുക്ക് 7000 mAh ബാറ്ററിയാണ് വരുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂറോളം എടുക്കും നമുക്കൊന്ന് ഫുൾ ചാർജ് ആകാനായിട്ട്. നമുക്ക് ഡാറ്റാ സിങ്കിനും ചാർജിങ്ങിനുമായിട്ടുള്ള കേബിളാണ്. നമ്മുടെ കയ്യിൽ വേറൊരു ടൈപ്പ് സി സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോണിൽ നിന്ന് ആ ഫോണിലോട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് രണ്ട് സൈഡിലും ടൈപ്പ് സി പോർട്ട് വരുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6.7 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. നമുക്ക് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ബ്ലാക്കും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സൂപ്പറാണ്. സാംസങ്ങിൻ്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഉള്ളതിൽ ഏറ്റവും നല്ല ഡിസ്പ്ലേ തരുന്നത് സാംസങ് ആണ്. ഇതിൻ്റെ വ്യൂയിങ് ആംഗിൾസ് കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നമില്ല. നമുക്ക് എത്ര വെയിലുള്ള സാഹചര്യത്തിലാണെങ്കിൽ കൂടി നല്ല രീതിയിൽ ഡിസ്പ്ലേ കാണാൻ സാധിക്കും. ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്ലോസിയാണ്. നമുക്ക് കണ്ട ഗ്ലാസ് ആണെന്ന് തോന്നും, പക്ഷേ ഇത് ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക്കും അതുപോലെ ഗ്ലാസും മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണ്. നമുക്ക് ഫോണിൻ്റെ കൂടെ കവറോ കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. നമ്മളൊരു കവർ യൂസ് ചെയ്യേണ്ടി വരും ഫോണിൽ. മെയിൻ ക്യാമറ വരുന്നത് 64 MP വരുന്നത്. സോണിയുടെ സെൻസറാണ് വരുന്നത്. ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ സാംസങ്ങിൽ സോണിയുടെ സെൻസർ നമുക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ 12 MP വരുന്ന വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 5 MP വരുന്ന ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 5 MP തന്നെ വരുന്ന മാക്രോ ലെൻസുമാണ് വരുന്നത്. സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 32 MP സെൽഫി ക്യാമറ വരുന്നത്. പോർട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് USB Type C പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. സാധാരണ എല്ലാ ഫോണുകളും ഹെഡ്ഫോൺ ജാക്ക് ഒഴിവാക്കുമ്പോഴും സാംസങ് ഇപ്പോഴും നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത് പവർ ബട്ടണിലാണ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റാണ്. ഫേസ് അൺലോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് അൺലോക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. പക്ഷേ മറ്റുള്ള ഫോണോട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്ര ഫാസ്റ്റാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യം ഫാസ്റ്റാണ്. നമുക്ക് സാംസങ്ങിൻ്റെ 1 UI എന്ന് പറയുന്ന UI ആണ് വരുന്നത്. സാംസങ്ങിൻ്റെ പണ്ടത്തെ ഫോൺ യൂസ് ചെയ്ത പോലെയല്ല, ഇപ്പോൾ ഉള്ള സാംസങ് ഫോണുകൾ യൂസ് ചെയ്യുന്നവർക്കറിയാം വളരെ ഫാസ്റ്റാണ് ഫോൺ. നമുക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ ഹീറ്റിങ്ങോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് സാധാരണ ആൻഡ്രോയിഡ് ഫോണുകളെ അപേക്ഷിച്ചിട്ട് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് കൂടുതലുണ്ട് ഈ 1 UIയിൽ. നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 8GB റാമിൽ ഏകദേശം നമുക്ക് 5GB അവൈലബിൾ ആണ്. 128GB ആണ് നമുക്ക് ഫോണിൽ മെമ്മറി വരുന്നത്. എന്നാൽ ഏകദേശം നമുക്ക് 105GB മേളിൽ അവൈലബിൾ ആണ്. ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുമുണ്ട്. മൊബൈൽ ഞാൻ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഫോണിൽ എനിക്ക് ഏകദേശം 45% ചാർജ് ഉണ്ടായിരുന്നത്. അൺബോക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, അതുപോലെ തന്നെ ഗെയിം കളിച്ച് നോക്കി. എനിക്ക് ഓൾമോസ്റ്റ് 1 മണിക്കൂറിന് മുകളിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാകും ഫോൺ. പക്ഷേ എനിക്ക് 5% മാത്രമാണ് ചാർജ് ഇറങ്ങിയത്. ആൻഡ്രോയിഡ് വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 10 വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആൻഡ്രോയിഡ് 11 വരുമ്പോഴത്തേക്ക് എന്തായാലും ആൻഡ്രോയിഡ് 11 നമുക്ക് അപ്ഡേഷൻ ലഭിക്കും. നമുക്ക് അനാവശ്യമായിട്ടുള്ള ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾഡ് വരുന്നുണ്ട്. പക്ഷേ അതൊന്നും പ്രശ്നമില്ല. നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും അനാവശ്യമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ക്യാമറയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സെൽഫിയും അതുപോലെ തന്നെ പോർട്രേറ്റ് സെൽഫിയും വളരെ മികച്ചതാണ്. വൈഡ് ആംഗിൾ ലെൻസിൽ നമുക്ക് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 64 MP വരുന്ന മെയിൻ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസും വളരെ മികച്ച ഫോട്ടോസാണ് നമുക്ക് ലഭിക്കുന്നത്. വളരെ ഡെപ്തോടുകൂടി ഫോട്ടോസാണ് നമുക്ക് ലഭിക്കുന്നത്. ഇൻഡോറിൽ എടുക്കുന്ന ഫോട്ടോസ് ആണെങ്കിൽ കൂടി തന്നെ നമുക്ക് ലഭിക്കുന്ന ഫോട്ടോസൊക്കെ വളരെ മികച്ച ഫോട്ടോസാണ്. സത്യം പറയാൻ വളരെ സന്തോഷമുണ്ട്. വേറെ ഒന്നുള്ളതല്ല, സാംസങ് എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിനെ വിശ്വസിക്കുന്നവരെ ഇത്തവണ സാംസങ് ചതിച്ചില്ല എന്ന് പറയാം. സാംസങ് ഇപ്രാവശ്യം കളിക്കളത്തിലോട്ട് തിരിച്ചു വന്നെന്ന് തന്നെ പറയാം. നമ്മളൊരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകൾ നോക്കുമ്പോൾ ഏത് ഫോൺ വെച്ച് കമ്പയർ ചെയ്താലും അതിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് മുകളിൽ പോകുന്ന ഒരു ഫോണാണിത്. എല്ലാവരും OnePlus NORDുമായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. OnePlus NORDും അതുപോലെ തന്നെ ഈ ഫോണും തമ്മിലുള്ള കമ്പാരിസൺ വേണ്ടി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള OnePlus NORD ഞാൻ സെയിൽ ചെയ്തു. OnePlus NORD കുറച്ചാൾ യൂസ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് രണ്ട് ഫോൺ എനിക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും. ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് പ്ലാസ്റ്റിക്കും അല്ല എന്നാൽ ഗ്ലാസും അല്ല. കണ്ടാൽ നമുക്ക് ഗ്ലാസ് ആണെന്ന് തോന്നും. ഇതൊരു ഗ്ലാസ്റ്റിക്കാണ്. ഗ്ലാസും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാണാനൊക്കെ അത്യാവശ്യം സ്റ്റൈലിഷ് ലുക്കാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം,
ഈ ഫോണിനകത്ത് നമുക്ക് 7000 mAh ബാറ്ററി ഉണ്ടെന്ന് കണ്ടാൽ പറയില്ല. അത്യാവശ്യം സ്ലിമ്മാണ് ഫോൺ. അതുപോലെ തന്നെ അത്രയ്ക്ക് വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 213 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. സാധാരണ ഇപ്പോൾ ഉള്ള ഫോണുകളുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 150 200 ഗ്രാമിനൊക്കെ ഇടയ്ക്കാണ് വരുന്നത്. ഇത് നമുക്ക് 7000 mAh ബാറ്ററി ഉണ്ട്, എന്നിട്ടുകൂടി 213 ഗ്രാം അതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല ഡിസൈനുമാണ്. പക്ഷേ ബാക്ക് സൈഡ് മാത്രം എനിക്ക് ഇച്ചിരി ബിൽഡ് ക്വാളിറ്റി പോരാൻ തോന്നി. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ OnePlus നോഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ OnePlus നോഡിൻ്റെ ബാക്ക് സൈഡും ഗ്ലാസ് ആണ് വരുന്നത്. കുറച്ചുകൂടെ പ്രീമിയം ലുക്ക് തോന്നുന്നത് നമുക്ക് OnePlus നോഡാണ്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ OnePlus നോഡാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയാം, കുറച്ചുകൂടെ പ്രീമിയം ലുക്ക് എന്ന് പറയാം. നമുക്ക് ഈ ഫോണിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. OnePlus നോഡിൽ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. M51 നമുക്ക് 2 സിമ്മും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. മെമ്മറി കാർഡ് ഉപയോഗിച്ച് നമുക്ക് 512 GB വരെ ഏകദേശം മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ നമുക്ക് OnePlus നോഡിൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ M51 നമുക്ക് 7000 mAh ആണ് ബാറ്ററി വരുന്നത്. എത്ര വലിയ ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 ദിവസം മുതൽ 2 ദിവസം വരെ ഷുവറായിട്ടും കിട്ടും. ഹെവി യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത് മണിക്കൂറുകളോളം ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി നമുക്ക് 1.5 ദിവസം മുതൽ 2 ദിവസം വരെ ഈസി ആയിട്ട് കിട്ടും. ഏകദേശം 11 മണിക്കൂർ 12 മണിക്കൂർ നമുക്ക് ഇതിനകത്ത് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം മുതൽ 3 ദിവസം വരെ എന്തായാലും ബാറ്ററി ബാക്ക് കിട്ടും. ഇനി OnePlus നോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4115 mAh ആണ് ഇതിന് ബാറ്ററി വരുന്നത്. OnePlus നോഡിനകത്ത് എനിക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടിയത് ഏകദേശം 6 മണിക്കൂറിനും 7 മണിക്കൂറിനും ഇടയ്ക്കാണ്. ബാറ്ററിയുടെ ബാക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. സാംസങ് M51 ആണ് ബെറ്റർ. OnePlus നോഡിൽ നമുക്ക് വരുന്നത് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. എന്നാൽ നമുക്ക് ഇതിനകത്ത് വരുന്നത് സൂപ്പർ അമോലെഡ് പ്ലസ് ഡിസ്പ്ലേ ആണ്. OnePlus നോഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം എടുക്കുമ്പോൾ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ബ്രൈറ്റ്നസ് കുറച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും സൈഡിൽ നിന്നൊക്കെ ചെറിയ കളറും കാര്യങ്ങളൊക്കെ കയറി വരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സെയിം ആയിട്ടുള്ള സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ഇതിനകത്ത് വരുന്നത്. പക്ഷേ നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കുമ്പോഴോ കൂട്ടുമ്പോഴോ ഒന്നും യാതൊരു കംപ്ലൈൻറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്തില്ല. OnePlus നോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ OnePlus നോഡ് നമുക്ക് 90 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ സാംസങ്ങിൻ്റെ ഇതിനകത്ത് നമുക്ക് വരുന്നത് 60 Hz ആണ്. ഒരു വലിയ ഡിഫറൻസ് കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റില്ല. ചെറുതായിട്ട് ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡിഫറൻസ് അറിയാൻ പറ്റും. പക്ഷേ നമുക്കൊരു നോർമൽ യൂസേജിൽ ഡിഫറൻസ് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. M51 ഒരു ഹാൻഡി ആയിട്ടുള്ള ഫീച്ചറാണ് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. നമുക്ക് രാത്രി കാലങ്ങളൊക്കെ ജസ്റ്റ് സമയവും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ഡിസ്പ്ലേയിൽ ടൈമും കാര്യങ്ങളൊക്കെ എഴുതി വരും. OnePlus നോഡിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ അത് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ഹാൻഡി ആയിട്ടുള്ള ഫീച്ചറാണ്. ഇനി പ്രോസസ്സറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 730G എന്ന് പറഞ്ഞ പ്രോസറാണ്. അതുപോലെ തന്നെ OnePlus നോഡിനകത്ത് വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 765 എന്ന് പറഞ്ഞ പ്രോസറാണ്. OnePlus നോഡിൽ വരുന്ന പ്രോസർ നമുക്ക് 5G എനേബിൾ ആയിട്ടുള്ള പ്രോസറാണ്. ഇതിനകത്ത് നമുക്ക് 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രോസസറിലൊരു മാറ്റം വന്നപ്പോഴാണ് നമുക്ക് സാംസങ്ങിൻ്റെ സാധാരണ മറ്റുള്ള ഫോണുകളുടെ ഒരു ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാകുന്നത്. എക്സിനോസിൻ്റെ പ്രോസറും കാര്യങ്ങളൊക്കെ ആയിരുന്നു സാംസങ്ങിൻ്റെ സാധാരണ ഒരു 30,000 റേഞ്ചിലുള്ള ഫോണുകൾ അവർ കൊടുത്തിരുന്നത്. നമുക്ക് ഇതിനകത്ത് വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 730G എന്ന് പറഞ്ഞ പ്രോസറാണ്. നമുക്ക് ഏകദേശം പോക്കോ X2 വരുന്ന പ്രോസറാണ് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നമുക്ക് ലാഗില്ല, അതുപോലെ ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും തന്നെയില്ല. ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓപ്പൺ ആവും. നമുക്ക് മൾട്ടി ടാസ്കിങ്ങിനൊന്നും യാതൊരു പ്രശ്നമില്ല. ഗെയിമിങ്ങിനായിക്കോട്ടെ യാതൊരു ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും തന്നെയില്ല. OnePlus ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതിന്റെ ബിൽഡ് ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അതിന്റെ OS ആണ്, ഓക്സിജൻ OS ആണ്. ഓക്സിജൻ OSും അതുപോലെ തന്നെ സാംസങ്ങിന്റെ One UI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പേഴ്സണലി ഇഷ്ടം ഓക്സിജൻ OS ആണ്. കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഓക്സിജൻ OS ആണ്. ഓക്സിജൻ OS വരുന്ന പോലെ തന്നെ അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് One UI യിലും വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ പഴയ ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ One UI-ക്കകത്ത് വളരെ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് സാംസങ്ങിൻ്റെ പഴയ ഫോൺ യൂസ് ചെയ്യുന്ന പോലെയല്ല, ഓക്സിജൻ OS യൂസ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ, ഒരു സ്കിന്നില്ലാത്ത ഫോൺ യൂസ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. OnePlus നോഡ് എടുത്തവർക്കറിയാം, OnePlus നോഡിലെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ ക്യാമറയാണ്. നമുക്ക് 48 MP ക്യാമറ വരുന്നത്. പക്ഷേ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഈ ഒരു 30,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണായിട്ട് കൂടി അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഫോട്ടോസാണ് കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്കൊരു പോക്കോ X2 വരുന്ന ക്യാമറ ആയിട്ട് പോലും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ക്യാമറയായിരുന്നു OnePlus നോഡിൻ്റെ. OnePlus നോഡിലെ മാക്രോ ഷോട്ടുകൾ എന്ന് പറയുന്നത് വളരെ വേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഡെപ്ത് സെൻസർ എന്ന് പറഞ്ഞൊരു തന്നിരുന്ന ക്യാമറ എന്ന് പറയുന്നത് ഒരു ഡെമ്മി ക്യാമറയായിരുന്നു. നമ്മൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ 30,000-ൽ ബിലോ 30,000 കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ക്യാമറയുള്ള ഫോണായിട്ടാണ് സാംസങ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് സോണിയുടെ സെൻസറാണ് വരുന്നത്. ഒരു 30,000 പ്രൈസ് റേഞ്ച് താഴെ നോക്കുമ്പോൾ ഇപ്പോൾ ഇതുവരെയുള്ള ഫോണുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ക്യാമറ ഇതാണ് സാംസങ്ങിൻ്റെ. ഞാനതാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. സാംസങ് കളിക്കളത്തിലോട് തിരിച്ചു വന്നു എന്ന് ഞാൻ പറയാൻ കാര്യം ഇതിൻ്റെ ക്യാമറയാണ്. സൂപ്പർ ക്യാമറയാണ്. നമുക്ക് 64 MP ഇതിന് മെയിൻ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതിനകത്ത് വൈഡ് ആംഗിൾ ലെൻസാണ്. നമുക്ക് വൈഡ് ആംഗിൾ ലെൻസായിട്ട് കിട്ടുന്നത് 12 MP ആണ്. സാധാരണ ഫോണുകളിൽ 5 MP എന്ന് പറഞ്ഞ വൈഡ് ആംഗിൾ ലെൻസ് വരും. ചെറിയൊരു വൈഡ് ആംഗിളിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഇതിനകത്ത് 64 MP വരുന്ന മെയിൻ ക്യാമറയുടെ കൂടെ തന്നെ 12 MP വരുന്ന വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വൈഡായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വീഡിയോസും ഷൂട്ട് ചെയ്യാം. 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ഡെപ്ത് ക്യാമറ വരുന്നത് നമുക്ക് 5 മെഗാ പിക്സലാണ്. അതുപോലെ തന്നെ മാക്രോ ലെൻസും 5 മെഗാ പിക്സലാണ്. നമുക്ക് സാധാരണ ഫോണുകളിൽ 2 മെഗാ പിക്സലിലെ ഡെപ്ത് സെൻസർ, 2 മെഗാ പിക്സലിലെ മാക്രോ ലെൻസും പറഞ്ഞിട്ട് ഡമ്മി ആയിട്ടുള്ള 2 ക്യാമറ വെച്ച് ഞങ്ങൾക്ക് 4 ക്യാമറകൾ ഉണ്ടെന്ന് പറഞ്ഞ് സെയിൽ ചെയ്യുകയാണ് പതിവ്. നമുക്ക് ഇതിലെടുക്കുന്ന മാക്രോ ഷോട്ടുകളും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കി എടുക്കുന്ന പോർട്രേറ്റ് ഷോട്ടുകളും വളരെ മികച്ചാണ്, സൂപ്പറാണെന്ന് തന്നെ പറയാം. സെൽഫി ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലാണ്. നമുക്ക് സെൽഫി ക്യാമറയിലും പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. സെൽഫി ക്യാമറ മൊത്തത്തിൽ എടുത്ത് പറയാം, സൂപ്പർ ക്വാളിറ്റി ഉള്ള സെൽഫിയാണ്. നമ്മൾ സെൽഫി ക്യാമറയിൽ എടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസ് വളരെ മികച്ചാണ്. അതുപോലെ നമുക്ക് ഇതിൽ 4K ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളൊരു വ്ളോഗർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫി ക്യാമറയിൽ ഇതിനകത്ത് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ സെൽഫി ക്യാമറ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് സെൽഫി ക്യാമറ അത്യാവശ്യം വൈഡ് ആംഗിളിൽ തന്നെ ഫോട്ടോസ് എടുക്കാം, വൈഡ് ആംഗിളിൽ തന്നെ വീഡിയോ എടുക്കാം. അതുപോലെ തന്നെ വൈഡ് ആംഗിളിൽ നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളൊരു വ്ളോഗറാണ്, നിങ്ങളൊരു യൂട്യൂബ് ചാനലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കിട്ടും. നമുക്ക് OnePlus നോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ 100% വിന്നർ എന്ന് പറയുന്നത് M51 തന്നെയാണ്. ഇതിനകത്തെ ക്യാമറയിൽ നമുക്ക് എടുത്തു പറയാനുള്ളത്, നമുക്ക് ഇതിനകത്ത് സിംഗിൾ ടേക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സിംഗിൾ ടേക്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 7ഓളം ഫോട്ടോസും എടുക്കും, 3ഓളം വീഡിയോസും എടുക്കും. ഫോട്ടോസ് എന്ന് വെച്ചാൽ വൈഡ് ആംഗിൾ ലെൻസിൽ ഫോട്ടോ എടുക്കും, അതുപോലെ തന്നെ മാക്രോ ലെൻസിൽ ഫോട്ടോ എടുക്കും, അതുപോലെ തന്നെ നമുക്ക് ഡെപ്ത് സെൻസറിൽ ഫോട്ടോ എടുക്കും. എല്ലാ സെൻസറിലും എല്ലാ മോഡലും ഓരോ ഫോട്ടോ എടുത്തതിന് ശേഷം വീഡിയോസ് 4K ഷൂട്ട് ചെയ്യും, സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യും, എല്ലാത്തിലും വീഡിയോസും ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒറ്റ ടേക്കിൽ കിട്ടും. നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇതിൽ സിംഗിൾ ടേക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം 7 ഫോട്ടോസും കിട്ടും, അതുപോലെ തന്നെ 3 വീഡിയോസും ക്യാപ്ചർ ചെയ്യും. നമുക്ക് OnePlusന്റെ നോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഫോൺ M51 ആണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ക്യാമറ M51 ആണ്. അതുപോലെ തന്നെ 2 ഫോണിലെയും ഏറ്റവും നല്ല ഡിസ്പ്ലേ വരുന്നത് M51.